ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു വാട്സപ്പ് ഉണ്ടായിരുന്നെങ്കിലോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുന്ന, നിങ്ങളുടെ ഡാറ്റ സ്വന്തം രാജ്യമായ ഇന്ത്യയിലെ സെർവറിൽ തന്നെ സൂക്ഷിക്കുന്ന, ആളുകളെ ട്രാക്ക് ചെയ്യാതെ എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഒരു ആപ്പ്. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പ് എന്നിങ്ങനെ എല്ലാ വമ്പന്മാരും അമേരിക്കയിൽ കൂട്ടിക്കുത്തി വാഴുന്നതിൻ്റെ അഹങ്കാരം അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിന് ചെറുതായിട്ടുണ്ട്. അങ്ങനെ ഒരു ആപ്പ് ഇന്ത്യക്കും സ്വന്തമായി വന്നിരിക്കുന്നു. അമേരിക്കക്കാരുടെ മുന്നിൽ തലയെടുപ്പോടെ പറയാൻ കഴിയുന്നൊരു ആപ്പ്. അതെ, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയാം നമുക്കിനി. അറാട്ടെ മെസ്സഞ്ചർ ആപ്പ്. ഐ ആം വിപിൻ. വെൽക്കം ബാക്ക് ടു ടോക്ക് വിത്ത് വിപിൻ. തമിഴ്നാട്ടിൽ ആരംഭിച്ച ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായ സോഹോ കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് ഇതിന് പിന്നിൽ. അതിൻ്റെ സ്ഥാപകനായ ശ്രീധർ വെമ്പു എന്ന മനുഷ്യൻ്റെ ഒരു ആശയമാണ് ഇന്ന് ഈ ആപ്പിലേക്ക് എത്തിച്ചത്. ഇന്ത്യക്കാർക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തമായൊരു മെസ്സേജിംഗ് സംവിധാനം വേണമെന്ന ആശയം. അതിനാൽ ഒരു ചെറിയ രീതിയിലുള്ള പരീക്ഷണത്തോടെ അവർ കമ്പനിയുടെ സ്വന്തം ജീവനക്കാർക്കായി ഒരു ചാറ്റ് ആപ്പ് നിർമ്മിച്ചു. അവർ അതിനെ ആറട്ടെ എന്ന് വിളിച്ചു. ചാറ്റ് എന്ന അർത്ഥമുള്ള ഒരു തമിഴ് വാക്കാണിത്. കുറച്ചു കാലത്തേക്ക് സോഹോ കമ്പനിക്ക് പുറത്തുള്ള ആർക്കും ആറട്ടെ എന്ന ആപ്പിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിനം ആറട്ടെ എന്ന പേര് ജനശ്രദ്ധ നേടാൻ തുടങ്ങി. 2025 ഒരു ദിവസം ആറട്ടെ വൈറലായി. ആപ്പ് ലോഞ്ച് ചെയ്ത സമയങ്ങളിൽ പ്രതിദിനം 3000 പേർ സൈനപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പ്രതിദിനം 3,50,000-ലധികം പേർ എന്ന മാജിക്കൽ സംഖ്യയിലേക്ക് എത്തി നിൽക്കുന്നു. അതൊരു 100 മടങ്ങ് കുതിച്ചുചാട്ടമാണ്. വെറും 3 ദിവസത്തിനുള്ളിലാണ് ഈ നേട്ടം കമ്പനി കൈവരിച്ചത്. ആളുകൾ ഇതിനെ ഇപ്പോൾ ഇന്ത്യയുടെ സ്വന്തം വാട്സപ്പ് എന്നാണ് വിളിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ആപ്പ് സ്റ്റോർ ചാർട്ടുകളിൽ പോലും ഒന്നാമതെത്തി. അപ്പോൾ ആറട്ടെ എന്ന ഈ ആപ്പിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഡാറ്റ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത. പുറം രാജ്യത്തെ സെർവറുകളില്ല, ഇന്ത്യയിൽ തന്നെയുള്ള സെർവറുകളിലാണ് ഡാറ്റ സൂക്ഷിക്കുന്നത്. ഒളിഞ്ഞു മറിഞ്ഞിരിക്കുന്ന ട്രാക്കറുകളൊന്നുമില്ല. രണ്ടാമത്, ഇതിന് സൈസ് കുറവാണ്. അതിനാൽ തന്നെ പഴയ ഫോണുകളിലോ വേഗത കുറഞ്ഞ നെറ്റ്വർക്കുകളിലോ പോലും ആറട്ടെ സുഗമമായി പ്രവർത്തിക്കുന്നു. ഗ്രൂപ്പ് ചാറ്റുകൾ, സ്റ്റോറികൾ, വീഡിയോ കോളുകൾ, മീറ്റിങ്ങുകൾ എന്നിങ്ങനെ രസകരമായ സവിശേഷതകൾ വേറെയുമുണ്ട് ഇതിൽ. മെസ്സേജുകൾ, ഫയലുകൾ അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകൾ ഇവയെല്ലാം സംരക്ഷിക്കാൻ നിങ്ങളുടെ സ്വകാര്യമായൊരിടം. ഇതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം എന്തെന്നാൽ ആറട്ടെ എന്ന ഈ ആപ്പ് പരസ്യങ്ങൾ കാണിക്കുന്നില്ല എന്നതാണ്. നിങ്ങളുടെ ഡാറ്റ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നുമില്ല. ഭാവിയിൽ വിൽക്കുമോ എന്നറിയില്ല. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ആപ്പിനും വെല്ലുവിളികളുണ്ട്. 2 ബില്യണിലധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായ വാട്സപ്പുമായി മത്സരിക്കുന്നത് അത്ര എളുപ്പമല്ല. വാട്സപ്പ് എന്നത് ഇപ്പോൾ മൊബൈലുള്ള എല്ലാവരുടെയും ഒരു ഒഴിവാക്കാനാകാത്ത വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അവരുടെ സുഹൃത്തുക്കൾ ഇതിനകം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പായ വാട്സപ്പിനെ ഉപേക്ഷിച്ച് പൂർണ്ണമായും ആറട്ടെ എന്ന ആപ്പിലേക്ക് മാറുമെന്ന് തോന്നുന്നില്ല. കൂടാതെ ആറട്ടെ വോയിസ്, വീഡിയോ കോൾ എന്നിവ എൻഡ് ടു എൻക്രിപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ടെക്സ്റ്റ് ചാറ്റുകൾ ഇതുവരെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ചെയ്തിട്ടില്ല. സോഹോ എന്ന കമ്പനി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്വകാര്യതയെക്കുറിച്ചുള്ള ചിന്തയുള്ള ഉപഭോക്താക്കൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ആ പ്രഖ്യാപനത്തിന് വേണ്ടി. എന്നാൽ അറാട്ടെ വെറുമൊരു ആപ്പ് മാത്രമല്ല, അതൊരു വലിയ ചിന്തയുടെ തുടക്കമാണ്. ആശയവിനിമയത്തിനായി ഇന്ത്യ മറ്റു ആഗോള സാങ്കേതിക ഭീമന്മാരായ മെറ്റയെ പോലുള്ളവരെ ആശ്രയിക്കാത്ത ഒരു കാലമാണ് സോഹോയുടെ സ്ഥാപകനായ ശ്രീധർ വെമ്പു സ്വപ്നം കാണുന്നത്. സ്വകാര്യത ഒരു ആഡംബരമല്ലാത്ത തുറന്നതും സുരക്ഷിതവുമായ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അത് ഏവരുടെയും അവകാശമാണ് എന്നും പറയുന്നു അദ്ദേഹം. ആറട്ടെ വലിയ ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്, ഡിജിറ്റൽ സ്വാതന്ത്ര്യം. അപ്പോൾ ആറട്ടെയുടെ ഭാവി എന്തായിരിക്കും എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? അതിങ്ങനെ വളരുകയാണെങ്കിൽ ശക്തമായ ഒരു അടിത്തറ ഉണ്ടാകും. ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കും. അത് ഇന്ത്യയുടെ ഒരു വലിയ മെസ്സേജിംഗ് ആപ്പായി മാറിയേക്കാം. ചിലപ്പോൾ കുറെ കാലത്തിനു ശേഷം ഒരു ദിവസം എനിക്ക് ഒരു സന്ദേശം അയക്കൂ എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വാട്സപ്പ് തുറക്കില്ല. പകരം നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയും, ഞാൻ ആറട്ടെ ആപ്പിൽ ഇപ്പോൾ നിനക്കൊരു മെസ്സേജ് അയക്കാം എന്ന്. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ കാണാം.